സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റ് തകരാറിൽ സാരഥി എന്ന സൈറ്റാണ് തകരാറിലായത്. ഇതോടെ ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശനിയാഴ്ചയോടെ മാത്രമേ വെബ്സൈറ്റ് പൂർവ്വസ്ഥിതിയിലാകൂ എന്നാണ് അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നതും. സുധീഷ് ഗോപാല കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ മുതലാണ് സാരഥി എന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടത്. ആദ്യം 11 മണിയോടെ ശരിയാകുമെന്ന് എഴുതി കാണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് 18-ാം തീയതി രാവിലെ 10 മണിയോടെ തകരാർ പരിഹരിക്കൂ എന്നും മെയിന്റനൻസ് വർക്കുകൾ നടക്കുകയാണെന്നുമാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ഇത്തരത്തിൽ പണിമുടക്കിയിരിക്കുന്നത്. ഇതോടെ ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കടുത്ത തടസ്സം നേരിടുകയാണ്. അഥവാ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, നാളെ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിൽ അതിന്റെ പ്രിന്റ് ഇതിനോടകം ടെസ്റ്റിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് പ്രിന്റ് എടുത്തിട്ടില്ലെങ്കിൽ അതുപോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഏറെ ദിവസങ്ങളായി നിന്ന അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്നലെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് വീണ്ടും ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സാരഥി എന്ന സൈറ്റ് പണിമുടക്കിയതോടെ വീണ്ടും ഇതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നത്. ഏറ്റവും പ്രധാനമായും ലൈസൻസ് പുതുക്കുന്നതുമായും മറ്റും ബന്ധപ്പെട്ട ഒരു തരത്തിലും ഫീസ് അടയ്ക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു സേവനങ്ങൾ സാധ്യമല്ല. തീയതി തീരുന്ന ഇന്നോ നാളെയോ ലൈസൻസിന്റെ കാലാവധി തീരുന്നതാണെങ്കിൽ അതിന് വീണ്ടും 1000 രൂപ പിഴ അടയ്ക്കുകയും വീണ്ടും റോഡ് ടെസ്റ്റ് അടക്കം നടത്തിക്കൊണ്ട് ലൈസൻസ് പുതുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ലൈസൻസ് ഉടമകൾ എത്തിച്ചേരും. അതും വലിയ രീതിയിലുള്ള പ്രതിസന്ധിക്കും വിമർശനത്തിനും കാരണമാകുകയാണ്. ഇപ്പോൾ ഈ ഒരു സൈറ്റ് പോർട്ടൽ തടസ്സപ്പെട്ടതോടെ ഒരു തരത്തിലുള്ള പ്രവർത്തികളും ലൈസൻസുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് RTO ഓഫീസുകൾ ഉള്ളതും. അനു. ശരി സുധീഷ്.